ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കസാഖിസ്ഥാൻ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സിറ്റി ടൂറിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്നത് അൽമാട്ടിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നായിട്ടുള്ള അസെൻഷൻ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് സെങ്കോവ് കത്തീഡ്രൽ എന്നും പേരുണ്ട്. ഈ കത്തീഡ്രലിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മളും അതിന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു സമയത്തും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽമാട്ടിയിലെ പാൻഫിലോ പാർക്കിലാണ്. 1907 ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കത്തീഡ്രൽ പണിഞ്ഞിരിക്കുന്നത് വുഡിലാണ്. ലോകത്തിലെ സെക്കൻഡ് ടോളസ്റ്റ് വുഡൻ ചർച്ചാണ്. ചർച്ച കണ്ടതിന് ശേഷം നമ്മൾ പാർക്കിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മഴ കാരണം കുറേ സമയം നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
നമ്മൾ അസർബൈജാനിൽ പോയപ്പോൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരെ ഒന്നും വീഡിയോ എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. ഇവിടെ വെച്ചിട്ടും സെയിം അനുഭവം എൻ്റെ ബ്രദറിനിലൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ വന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയും. അത്രയേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ബാക്കൂരുള്ള ആ ഒരു സ്റ്റേഷൻ പോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഒത്തിരി താഴേക്ക് എസ്കലേറ്ററിൽ ഇറങ്ങി ചെന്നിട്ട് വേണമായിരുന്നു നമ്മൾ മെട്രോയിലേക്ക് കയറേണ്ടത്. അവിടെ നമ്മൾ മോസ്ക്വ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ തന്നെ മഴയുണ്ടായിരുന്നു. മഴയുള്ളതുകൊണ്ട് അവിടുത്തെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലെ ആ ഒരു അനുഭവമൊന്നും വലുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ മാളിൽ കയറിയിട്ടാണ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചത്. നമ്മൾ KFCയും പിന്നെ ഒരു സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം മഴയായതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ചിലതൊന്നും നടന്നില്ല, എങ്കിലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു. അടുത്ത ദിവസം ഫ്രൈഡേ ആയിരുന്നു. ജുമായുള്ള ദിവസം ആയതുകൊണ്ട് അന്ന് നമ്മൾ പുറത്തേക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നമ്മളൊരു ചെറിയൊരു കപ്സാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മസാലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ കിട്ടുന്ന മാരിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മസാലയൊക്കെയാണ് അവർ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു അറബിക് ടച്ചുള്ളൊരു ഫുഡ് ഉണ്ടാക്കി. ആ കിട്ടിയ മസാലയൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മസാലയൊക്കെ ഒരു അധികം സ്പൈസി അല്ലാത്ത കുറച്ച് സാൾട്ടി ആയിട്ടുള്ളൊരു മസാലയൊക്കെ ആയിരുന്നു അത്. ഇത് ജുമായ്ക്ക് പോയപ്പോൾ അവരെടുത്ത വീഡിയോ ആണ്. അവർ റോഡിൽ നിന്നായിരുന്നു നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പള്ളിയിലധികം സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജുമായ്ക്ക്. എത്ര ആണെങ്കിലും എടുക്കാൻ പറയും. കുറേ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ ലഞ്ചിനായിട്ട് അൻസിലും റാഷിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് റാഷിലാണ്. അൻസിൻ്റെ ബ്രദറാണ് റാഷിൽ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കോക്ടോബിലേക്കാണ്. കോക്ടോബ് എന്ന് പറയുന്നത് അൽമാട്ടിയിലെ ഒരു മൗണ്ടൻ ആണ്.
അപ്പോൾ ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് നമ്മൾ കേബിൾ കാർ വഴി പോയിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ മൗണ്ടന് മേളിലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഫോഗി ആയിട്ടുള്ളൊരു വെതറായിരുന്നു. ഫോഗ് കാരണം അധികം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോക്ടോബിൽ നമ്മളെത്തി. അവിടെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നമ്മൾ കോക്ടോബിലുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിൽ പോയി കേബിൾ കാറിൽ കൂടെ നേരെ മുകളിൽ പോയി എൻജോയ് ചെയ്യാൻ പോകും. അപ്പോൾ ഫോഗുള്ള ഒരു വെതറിൽ നമ്മൾ മൗണ്ടന് മേളിൽ കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്ലാനും ക്യാൻസലാക്കി. അപ്പോൾ അന്നത്തെ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി കോക്ടോബിലേക്ക് വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു. കോക്ടോബിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ ഒരു മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സോംസായും പിസ്സായും ഒക്കെ പോലത്തെ കുറച്ച് സ്നാക്സ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നൈറ്റ് നമ്മൾ സതി വില്ലേജിലേക്ക് പോവുകയാണ്. ഏകദേശം 4 മണിക്കൂർ യാത്ര വരും. ബസ്സിലാണ് പോകുന്നത്. സതി വില്ലേജിലേക്ക് പോകുന്നത് വേറൊരു പാക്കേജ് ആയിരുന്നു. 2 ദിവസത്തെ ഒരു പാക്കേജാണ്. 6 ലൊക്കേഷൻ കവർ ചെയ്യുന്ന 2 ദിവസത്തെ ഒരു പാക്കേജ് ആയിരുന്നു. സതി വില്ലേജിലെ ആ ഒരു താമസവും യാത്രയൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ളതുകൊണ്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അൽമാട്ടിയിലെ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സതി വില്ലേജിലാണ്. അപ്പോൾ ഇവിടുന്ന് 4 മണിക്കൂറത്തേക്കുള്ള ബസ് യാത്രയാണ്. ബസ് സ്റ്റേഷനിൽ നമ്മളെ കാണാനായിട്ട് അൻസിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഈ 2 ദിവസം നമ്മുടെ ഗൈഡ് ഇവരായിരുന്നു. നാല് മണിക്കൂർ നീണ്ട ഒരു യാത്രയായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 9:30-10 മണി ആ ഒരു ടൈമിലായിരുന്നു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. സതി വില്ലേജിലെത്തിയപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ലാംഗ്വേജിലും നമുക്ക് വേണ്ടി ഇംഗ്ലീഷിലും അവർ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴികളിലൊക്കെ അവർ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. During this time we have 2 sanitary stops. Our first sanitary stop will be after 20 minutes and we have 80. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇടയ്ക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ യാത്രക്കാരെല്ലാം ഒരു സ്ഥലത്തല്ല സ്റ്റേ ചെയ്യുന്നത്, പല പല വീടുകളിലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ അവർ നമ്മളെ പേര് വിളിക്കും.
അപ്പോൾ സതി വില്ലേജിൽ വെച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.